ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തോട്ടത്തിലെത്തിയിട്ടാ. നല്ല ചൂടാണ്. അത് തൊപ്പിയും കോപ്പൊക്കെ ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് കളയുണ്ട്, അത് പറിച്ചേക്കാന്ന് വിചാരിച്ചു. പത്ത് 11 മണിയായിട്ടുള്ളൂ. പക്ഷെ നല്ല വെയിലിട്ടാ. ഊട്ടിയിലിപ്പോൾ നല്ല വെയിൽ കാലമാണ്. വേറൊന്നും വിചാരിക്കണ്ട, വെയിൽ ഭയങ്കരമായിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ തൊപ്പിയൊക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പിന്നാലെ കാണുന്നുണ്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സ്വിമ്മിങ് പൂളാണെന്നാണ്. എന്നാൽ സ്വിമ്മിങ് പൂളൊന്നും അല്ല. ഇവിടെ അവർ വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട്, മഴവെള്ളം ആയാലും മേലെന്ന് വരുന്ന വെള്ളമായാലും ശേഖരിക്കാൻ വേണ്ടിയിട്ട് അവർ വലിയൊരു കുഴി കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൽ കണ്ട പ്ലാസ്റ്റിക് പേപ്പർ ഇറക്കിയിരിക്കുന്നത്. കട്ടിയുള്ള പ്ലാസ്റ്റിക് പേപ്പറാണ്. എന്ത് കട്ടിയെന്ന് അറിയില്ല. നല്ല പ്ലാസ്റ്റിക് പേപ്പർ ആ കുഴിൻ്റെ ഉള്ളിൽ താത്തിയിട്ട് ആ മേലെന്ന് വരുന്ന ഈ ചാലിൽ കൂടെ വരുന്ന വെള്ളം ഉണ്ടല്ലോ, കാണിച്ചു തരാം ഞാൻ. ഈ ചാലിൽ കൂടെ ചെറുതായിട്ട് വെള്ളം വരുന്നത് കണ്ട, അത് അവർ വന്ന് ചെറിയൊരു പൈപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് ശേഖരിച്ച് വെക്കും. എന്നിട്ട് അവിടെ ചെറിയൊരു മോട്ടറൊക്കെ കണ്ടാകിട്ടിരിക്കുന്നു. അതിൽ നിഴലിൽ കൂടെ ഇതിൽ കൂടെ പോകാൻ പറ്റുമെന്നറിയില്ല. ഇത് നമ്മുടെ അല്ല കേട്ടോ, നമ്മുടെ അടുത്ത തോട്ടത്തെയാണ്. ഇതാ ഒരു കുഞ്ഞ് ഷെഡൊക്കെ കെട്ടി അതിൽ മോട്ടറൊക്കെ വെച്ചിട്ട് ഇതാ അവർ വന്നിട്ട് ഈ പോണ്ടിൽ ഇതിൽ ശേഖരിച്ച് വെക്കും. പിന്നെ മോട്ടർ അടിച്ചിട്ട് ഈ തോട്ടത്തേക്കൊക്കെ ആക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ അവർ ഇട്ടിരിക്കുന്നത് കിഴങ്ങാണ്, ഉരുളക്കിഴങ്ങ്. ഇത് മുളച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ വെള്ളമില്ലെങ്കിൽ പെടും. കഴിഞ്ഞ ആഴ്ച രണ്ട് മഴയൊക്കെ കിട്ടിയപ്പോൾ അത് മുളച്ചതാണ് കേട്ടോ. നമുക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. പാവം അവർ ഇട്ടിട്ട് മുളയ്ക്കുമോ എന്നൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, കുറച്ച് മുളച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ 2-3 മഴയും കൂടി കിട്ടിയെന്ന് പറഞ്ഞാൽ കൃഷി ഉഷാറാകും. അപ്പോൾ ഇതാണ് കിഴങ്ങ് മുളച്ച് വരുന്ന പരുവം. അപ്പം അത്രയ്ക്ക് ഉഷാറൊന്നും അല്ലാട്ടാ വരുന്നത്. ഈ മഴ കിട്ടിയിട്ടില്ലെങ്കിൽ മുഴുവൻ പോയിട്ടുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ട് മൊത്തം പോയി. കൃഷിക്കാരുടെ കാര്യമൊക്കെ എങ്ങനെയുണ്ട്? കിട്ടിയാൽ ഇല്ലെങ്കിൽ ഇല്ല, അതാ തന്നെ. അപ്പോൾ നമ്മുടെ കിണറിൽ വെള്ളമൊക്കെ മോട്ടർ അടിച്ച് കാലിയാക്കിയിട്ടോ. ഇനിയിപ്പോൾ ഇത് നിറയാൻ ഈ വെള്ളം മാത്രമല്ല, ഈ ഓരത്ത് കൂടെ മണ്ണിൻ്റെ ഓരത്ത് കൂടെ ഊത്തുവെള്ളം പറയും, ഭൂമിൻ്റെ അടിയിൽ കൂടെ വരുന്ന ഉറവ, അതും കൊണ്ട് നിറയും. പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇത് നിറയിട്ട് ഇതിൻ്റെ ആഴം അത്ര തന്നെയുള്ളൂ. പിന്നെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ട, ഏകദേശം ഇത് ചെറിയൊരു തോട്ടം കേട്ടോ, നിരപ്പാക്കിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ വന്നിട്ട് കുറച്ച് ചെറിയ ഒരു ആളിൻ്റെ അടിയിൽ കുഴിച്ചു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കും. ബിക്കോസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉറവ വരുന്നുണ്ടാവും, നീരുറവ. ഇവിടെ ഒരു കാട്ടുപോത്തിനെയൊക്കെ കുഴിച്ചിട്ടതായിരുന്നു കേട്ടോ. അതെന്ത് ചെയ്തെന്നറിയില്ല. കറക്റ്റായി ഈ സ്ഥലത്താണ് നമ്മുടെ ഈ കിണറിൽ ഒരു കാട്ടുപോത്ത് വീണ് ചത്തിട്ട് ഇതെവിടെയാണ് കുഴിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്തായി അതിൻ്റെ എലുമ്പും കൂടി കാണാനില്ല. അതായത് ഇതൊക്കെ എടുത്ത് അപ്പുറത്തേക്ക് കിട്ടുമോയെന്നറിയില്ല. അപ്പം ഇങ്ങനെയാണ് ഇവിടെ. കിണർ കുഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തോട്ടത്തിന് നടുക്ക് ചെറുതായിട്ടൊന്ന് ഒരു ആളിൻ്റെ അടുക്കി കുഴിച്ചു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ വെള്ളം നിറഞ്ഞ് നിൽക്കും. അപ്പോൾ ഈ തോട്ടത്തിൻ്റെ ആവശ്യത്തിനായി അതെടുത്ത് ഉപയോഗിക്കാം. അപ്പം നമുക്ക് ലഞ്ച് ടൈമായി. ഞാനിന്ന് ഉച്ചക്കലേക്ക് പാക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്ന ചോറ്, ഇതിൽ രസം, മീൻ കൂട്ടാൻ, ചീരക്കൂട്ടാൻ, ഇതൊക്കെയാണ് ഞാൻ ഇന്ന് എടുത്തിട്ട് വന്നിരിക്കുന്നത്. ഞാൻ അമ്പലത്തേക്ക് പോകുക കാരണം കൊണ്ട് അവർക്ക് ഫിഷ് കറി, ചോറ്, എനിക്ക് രസമും ചീരക്കൂട്ടാനും. അപ്പോൾ എന്തൊക്കെയായാലും നമ്മളിങ്ങനെ പുറത്ത് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഇതൊക്കെ ആസ്വദിച്ചിട്ട് എസ്റ്റേറ്റ് നട്ടിരിക്കുന്നത്, ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മളിങ്ങനെ ഊണ് കഴിക്കുമ്പോൾ അതിൽ പ്രത്യേക സുഖം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഗൈസ്, ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി വെള്ളമൊക്കെ കുടിച്ച് തീർത്തു കേട്ടോ. അപ്പോൾ വെള്ളം എടുക്കാൻ പോവുകയാണ്. ഈ കാട്ടിൽ എവിടെയാണ് വെള്ളമൊന്നല്ലേ നോക്കുന്നത്, അതിനും ഒരു വഴിയുണ്ട്. നല്ല മിനറൽ വാട്ടർ, അതെവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് വെള്ളം പിടിക്കാൻ അതോ ഒറ്റമരം കാണുന്നുണ്ടോ? ഈ ഒറ്റമരം
അതിൻ്റെ ചുവട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ പോകണം അങ്ങോട്ട് വെള്ളം പിടിക്കാൻ, നല്ല പ്യുവർ മിനറൽ വാട്ടർ പിടിക്കാൻ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ മിനറൽ വാട്ടറില്ലേ, അത് എവിടെ നിന്നാണെന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ മിനറൽ വാട്ടർ. അപ്പം ഞാൻ പറഞ്ഞ മിനറൽ വാട്ടർ ഇതാണ് കേട്ടോ. ഇവിടെ എവിടെ വെള്ളമുള്ളത്, എവിടെയും വെള്ളം കാണാനില്ലല്ലോ. ഇതാണ് മിനറൽ വാട്ടറിൻ്റെ ഉറവിടം. ഇതിങ്ങനെ ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. എന്നൊക്കെ ചുറ്റും എവിടെ ഇല്ല, പക്ഷേ ഏതോ ഒരു പാറൻ്റെ അടുക്കുന്ന് വരുന്ന വെള്ളമാണ്. അത് വന്ന് ഞങ്ങളൊരു കുഞ്ഞി പൈപ്പ് ഇവിടെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കുടിക്കുന്ന വെള്ളമാണ് കേട്ടോ, ഇത് പ്യുവർ മിനറൽ വാട്ടർ. ഇതാണ് സംഭവം. അപ്പോൾ ഞാനിതിനെ കുപ്പി പിടിച്ച് ബോട്ടിൽ വെച്ചിങ്ങനെ പിടിക്കാൻ പോവുക കേട്ടോ. വൗ, അപ്പം അതങ്ങോട്ട് നിറഞ്ഞോളും. ഇത് കുടിച്ചിട്ട് ഇതുവരെ എനിക്ക് ജലദോഷമോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയാണ് പറയുന്നത് തോട്ടത്തിൽ പണിക്ക് വരുന്നത്. ഇത് പാറൻ്റെ ഇടുക്ക് കൂടെ വരുന്ന വെള്ളം എന്നാണ് പറയുന്നത്. ബോട്ടിൽ ഏകദേശം നിറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം തോട്ടത്തിലേക്ക് വന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എൻജോയ് ചെയ്യാം. അപ്പം ഇതാണ് സംഭവം, വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒന്ന് കുടിച്ച് നോക്കാം കേട്ടോ. വാവ്, ഇതാണ് മീട്ടാപ്പാനി മധുരവെള്ളം എന്ന് പറയുന്നത്. ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ. ഈ അഡ്വഞ്ചർ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഇതാണ് ശരിക്കുള്ള അഡ്വഞ്ചർ. ഈ തോട്ടമും വെള്ളം പിടിക്കലും കാട്ടുപുത്തിൻ്റെ കൂടെയുള്ള ഓട്ടവും തോട്ടത്തിന് നടുക്കുള്ള ആഹാരം കഴിക്കലും. ചിലർക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര കഷ്ടമൊന്നുമല്ല, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ.